വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദിന്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു. യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു. അബ്സലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ അവന്റെ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി. കോവർ കഴുത ഓടിപ്പോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു. യോവാബ് 3 കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടന്ന അബ്സലോമിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി അവനെ കൊന്നുകളഞ്ഞു. അവർ തിരിച്ച് ദാവീദ് രാജാവിന്റെ അടുത്തെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അവർ പറഞ്ഞു, അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. രാജാവ് വികാരാധീനനായി പടിപ്പുരമുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്സലോമേ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ, എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ. 2 സാമുവേൽ 18-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ. രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ പദ്ധതിയിട്ടു. ദാവീദ് രാജാവിനോട് സേവകന്മാരോടുകൂടി മടങ്ങി വരിക എന്ന് അവർ അവന് സന്ദേശം അയച്ചു. രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു. അവനെ എതിരേറ്റ് നദി കടത്തിക്കൊണ്ടുവരുവാൻ യൂദയായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. ഷിമേയി താൻ ചെയ്ത കുറ്റത്തിന് ദാവീദ് രാജാവിനോട് മാപ്പപേക്ഷിച്ചു. കർത്താവിൻ്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമേയിയെ വധിക്കേണ്ടതല്ലേ എന്ന് സെരൂയയുടെ മകൻ അബിഷായി ദാവീദിനോട് ചോദിച്ചപ്പോൾ ദാവീദിന്റെ മറുപടി മറിച്ചായിരുന്നു. താനിപ്പോൾ ഇസ്രായേലിൻ്റെയും രാജാവാണെന്നും അവിടെ ആരെയും വധിക്കുവാൻ സമ്മതിക്കുകയില്ല എന്നുമായിരുന്നു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ ഷേബ കാഹളമൂതി വിളിച്ചു പറഞ്ഞു, ദാവീദുമായി നമുക്ക് പങ്കില്ല, ജസ്സയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല. ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ. അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബായോട് ചേർന്നു. യൂദയായിലെ ജനമാകട്ടെ ദാവീദ് രാജാവിനോടുകൂടെ ഉറച്ചുനിന്ന് ജോർദാൻ മുതൽ ജെറുസലം വരെ അവനെ അനുഗമിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.